പുറത്തുവന്ന വാർത്തകളിൽ ഏറ്റവും വലിയ തമാശയായി തോന്നിയ ഒന്നാണ് തമിഴ്നാട്ടിൽ ബി.ജെ.പി. നടത്തിയ ഒരു സമവായ ചർച്ച. അതായത് ഈ വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടൻ വിജയിയുടെ പാർട്ടിയായ തമിഴ് വെട്രിക കഴകവും ബി.ജെ.പിയും തമ്മിലുള്ള ചർച്ചകൾ അത് പുരോഗമിക്കുന്നുവെന്നും അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ആ ചർച്ചയിൽ നടൻ വിജയ്ക്ക് ബി.ജെ.പി. നൽകിയ ഓഫറുകളും സീറ്റുകളും കാണുമ്പോഴാണ് ചിരി വരുന്നത്. അതായത് ബി.ജെ.പിയോട് കൂട്ടുകൂടുകയും സഖ്യം അധികാരത്തിൽ വരികയും ആണെങ്കിൽ വിജയ്ക്ക് ഉപമുഖ്യമന്ത്രി പദം നൽകാമെന്ന് ബി.ജെ.പി. വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല സീറ്റ് വിഭജന ചർച്ചകളിൽ ടി.വി.കെയ്ക്ക് ഏകദേശം 80 സീറ്റുകൾ നൽകാനും ബി.ജെ.പി. തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പദം തന്നെ വേണമെന്ന നിലപാടിൽ വിജയ് ഉറച്ചു നിൽക്കുകയും ബി.ജെ.പിയുടെ ഈ ആഗ്രഹം തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. അതായത് തമിഴ്നാട്ടിലെ DMK എന്ന പാർട്ടി, അതായത് ഭരിക്കുന്ന പാർട്ടിയോട് തന്നെ കട്ടയ്ക്ക് നിന്ന് പോരാടുന്ന പാർട്ടിയാണ് TVK അഥവാ തമിഴ് വെട്രി കഴകം എന്ന വിജയുടെ പാർട്ടി. എന്നാൽ തമിഴ്നാട്ടിൽ ബി.ജെ.പി. ആകട്ടെ ആകെയുള്ള 234 സീറ്റുകളിൽ വെറും 4 സീറ്റുകൾ മാത്രമുള്ള പാർട്ടിയാണ്. ലോകസഭയിലാണെങ്കിൽ 39 സീറ്റിൽ ഒരൊറ്റ സീറ്റ് പോലും ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ ജയിക്കാനായിട്ടില്ല. ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ 4 സീറ്റിൽ നിന്നും കൂടുതലൊന്നും വർദ്ധിക്കാനൊന്നും സാധ്യതയുമില്ല ബി.ജെ.പിക്ക്. എന്നാൽ അടുത്ത് രൂപം കൊണ്ട പാർട്ടിയാണെങ്കിലും വിജയുടെ പാർട്ടി അധികാരമാണ് ലക്ഷ്യമിടുന്നത്. അവിടെയാണ് ബി.ജെ.പി. കേന്ദ്രത്തിലെ തഴമ്പും കാണിച്ച് TVKയ്ക്ക് വിലപേശാൻ വന്നിരിക്കുന്നത്. ആകെ 234 സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 80 സീറ്റുകൾ വരെ തരാം എന്നാണ് 4 സീറ്റുള്ള ബി.ജെ.പി. വിജയിയോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ നാണക്കേടാവുകയാണ്. അതുകൊണ്ട് വിജയ് ഇത് തന്നെ തള്ളിക്കളഞ്ഞു. വിജയിയെ NDA പാളയത്തിലെത്തിക്കാൻ ബി.ജെ.പി. വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിയെ തന്നെ ഇതിനായി മധ്യസ്ഥനായി നിയോഗിച്ചിട്ടുണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട്. തമിഴ്നാട്ടിലുടനീളം വിജയ്ക്കുള്ള വൻ സ്വാധീനവും ആരാധക പിന്തുണയും വോട്ടായി മാറുമെന്നാണ് ബി.ജെ.പി. കണക്കാക്കുന്നത്. അത് ശരി തന്നെയാണ്. പക്ഷേ ബി.ജെ.പി. ഉദ്ദേശിക്കുന്ന പോലെ 4-5 സീറ്റല്ല, അവർ 100-ലേറെ സീറ്റുകൾ ലക്ഷ്യം വെച്ചിട്ടാണ് വിജയിയുടെ മുന്നേറ്റം എന്ന് പറയുന്നത്. അവിടെയാണ് ആകെ 80 സീറ്റ് തരാമെന്നും ഉപമുഖ്യമന്ത്രി സ്ഥാനം തരാമെന്നുമൊക്കെ ബി.ജെ.പി. അങ്ങോട്ട് ഒരു ഓഫർ വച്ചിരിക്കുന്നത്. ചെറിയ വോട്ട് വിഹിതം പോലും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാറുള്ളതിനാൽ വിജയുടെ പിന്തുണ വെച്ചുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ആളാകാമെന്നാണ് ബി.ജെ.പി. കരുതിയത്. ബി.ജെ.പിയുമായുള്ള സഖ്യസാധ്യത പ്രവർത്തകർക്കിഷ്ടമല്ല എന്ന കാരണത്താൽ വിജയ് അത് ഉപേക്ഷിച്ച മട്ടാണ്. മാത്രമല്ല വിജയുടെ ഉപദേശകർക്കിടയിൽ തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ബദൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് രംഗപ്രവേശം ചെയ്ത വിജയുടെ പ്രതിച്ഛായയെ ഇത്തരമൊരു സഖ്യം അത് ബാധിക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. കുതിച്ചുയരുന്ന വിജയ് ബി.ജെ.പി. ബന്ധം എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ തകർന്നു പോകുമോ എന്നതാണ് ഇവരുടെ പേടി. സ്വതന്ത്രമായ നിലപാടുകളുമായി രാഷ്ട്രീയത്തിൽ നിലയുറപ്പിക്കാൻ ശ്രമിക്കുന്ന TVK ഒരു ദേശീയ പാർട്ടിയുമായി ഇത്ര നേരത്തെ തന്നെ സഖ്യത്തിൽ ഏർപ്പെടുന്നത് പാർട്ടിയുടെ വിശ്വാസ്യതയെ ദോഷകരമായി ബാധിക്കുമെന്നും പ്രവർത്തകർ ഭയപ്പെടുന്നു. അതിനൊപ്പമാണ് ബി.ജെ.പിയുടെ ഒരു ചിരിപ്പിക്കുന്ന ഈ ഓഫർ കൂടി വന്നത്. വിജയുടെ വാലും പിടിച്ചു പോകേണ്ടുന്നവർ വിജയ്ക്ക് 3-ൽ 1 പോലും സീറ്റ് നൽകാത്ത ഓഫർ നൽകിയതും അവരെ പ്രകോപിപ്പിച്ചു. ഏതായാലും വലിയ ഒരു പ്രാദേശിക പാർട്ടിയുടെ സഹായമില്ലാതെ നിലം തൊടാനാകില്ലെന്നുറപ്പിച്ചിട്ടും വിജയ്ക്ക് വില പറയാൻ പോയ ബി.ജെ.പി. ശരിക്കും ആപ്പിലായി എന്ന് തന്നെ പറയാം.